നമ്മളങ്ങനെ മുട്ടേൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്കങ്ങനെ ഫുഡൊക്കെ വന്നിരിക്കുകയാണ്. സിനാനെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ 3 Tech Media. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നത് ഒരു വ്ളോഗായിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വ്ളോഗിലേക്ക് എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ആദിലിൻ്റെ വീട്ടിലെത്തി ആദിലിനെ കൂട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാട്ടെ ഗൈസ്. അതില് എൻ്റെ ഗൂഗിൾ പേ അല്ലല്ലോ പൈസ അല്ലേ? അല്ല, എൻ്റെ വൈഡ് ആംഗിളായി. അപ്പം നമ്മൾ ഏതായാലും ഇപ്പോൾ നല്ലാണ്ടി പെട്രോൾ അടിച്ച് ഇറങ്ങിയൊക്കെയാണ്. നമുക്ക് കാറ്റൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കാണിച്ച് പെട്രോൾ പമ്പിലേക്ക് പോയിക്കാണ്. അല്ലേ അതിലെ കഴിഞ്ഞ ആഴ്ച യന്ത്രൂനാലെ പോയ അതേ സ്കോഡാണ് ഇപ്പോഴും നമ്മളെപ്പോഴും ഉള്ളത് ഗൈസ്. അല്ലേ അതിലെ കാറ്റിൻ്റെ മെഷീൻ ഓഫാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടിക്കാനാവില്ല ഗൈസ്. നമുക്ക് വേറെ നോക്കേണ്ടി വരും. കാറ്റിൻ്റെ മെഷീൻ ഓഫാ, അത് വർക്കാവില്ല. വാ ഗൈസ്, അങ്ങനെ നമ്മൾ ചിക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോറി, എന്തായാലും എമ്മി കൊടുവള്ളിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോഴേ കാക്കൻ്റെ കുറിച്ച് ഫ്രണ്ട്സിനെയും കണ്ട് ഗൈസ്. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കണേ. ഇപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10-15 മിനിറ്റ് ഗൈസ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാവും എല്ലാ ഹോട്ടലിൻ്റെ പൊളി എന്താ പറയുക, പ്ലേറ്റും കൊണ്ടുവരും. പിന്നെ ഒരു 5 ടൈം ഉണ്ടാവും ഗൈസ്. പിന്നെ ഗ്ലാസ് കൊണ്ടുവരും. പിന്നെ ഒരു 5 ടൈം ഉണ്ടാവും, കുറച്ച് വെള്ളം കൊണ്ടുവരും. അങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് പേപ്പർ കൊണ്ടുവരും. അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ ഒരു ആ സംഭവം ഉണ്ടാവും. പിന്നെ ഒരു 5 മിനിറ്റ് ഇവിടെ ആയിരിക്കും മെയിൻ സാധനം വരും. അപ്പോൾ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഹലോ, നിങ്ങൾ പൈസ സെൻഡ് ചെയ്ത് തരണ്ട കേട്ടോ. നമുക്കങ്ങനെ ഫുഡൊക്കെ വന്നിരിക്കുകയാണ്. ഫ്രൈഡ് ചിക്കൻ എല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ആ സാധനപ്പം കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. പെപ്സി ആദ്യം കൊണ്ടുവന്ന് ഏതായാലും മാറ്റി സാധനം കഴിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാൻ കൊടുക്കും ഗൈസ്. അഹങ്കാരം കൂടുവോ? അല്ല, പീസ് എടുത്തിട്ട് എടോ, 2 പീസ് എൻ്റെ വ്യൂവേഴ്സും കഴിക്കണം. എൻ്റെ പരം അതാണ് നമ്മളാഗ്രഹം. പൈസ വേണ്ടിയല്ലേ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഉച്ചിക്കരുത്. അപ്പോൾ ഗൈസ് നമ്മൾ ഏതായാലും ഒന്ന് കഴിക്കുകയാണ്. ആദ്യം നമുക്ക് കുബൂസ് ഒന്ന് എടുത്ത് കാരണം മയോണൈസിക്ക് ലേശം ഒന്ന് തൊടിപ്പിച്ച് മണ സോസിലൊന്ന്. അപ്പോൾ ഗൈസ് അപ്പം ഒന്നും പറയാനില്ല ഗൈസ്, പൊളി തന്നെ. ഇട്ട് വൃത്തിയാക്കാനാ പോയി ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ മതിയായി ഗൈസ്. മതിയായി. എന്തോ ഇത് അടുപ്പിടിക്കുന്നു മഴ പൊടിക്ക് എന്താ പറയാ, മതിയായി ഗൈസ്. ഏതായാലും ചടിച്ചു പോയി കുഞ്ഞിങ്ങനെ. ഇതാണ് ഈ പ്രാക്ടീസിൻ്റെ വർക്ക്. നമ്മൾ ഓരോ ദിവസം തിന്നാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് അത് ഇഷ്ടം ഉണ്ടാകും. പക്ഷെ അൽഫാം അങ്ങനെ. അപ്പോൾ ഗൈസ് നമ്മളേതായാലും ഫുള്ള് തിന്നു കഴിഞ്ഞ് നമ്മൾ പോവാം ഗൈസ്. ഗൈസ് നമ്മളെ എന്താ പറയുക, ഇത് നമ്മൾ എമ്മിയിൽ വന്ന പാടുള്ള TV-യിൽ ഏതായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിചാരിച്ചു ഗൈസ്. എടാ 3 Tech Media എന്ത് ഇതാണ് വില കൊടുത്തത് ഗൈസ്. വന്നു ഗൈസ്, നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ചാനൽ ക്ലിക്ക് ചെയ്യും. എടാ സബ്സ്ക്രൈബ് യെസ്. ഓ അക്കൗണ്ട് ഉണ്ട് കഴിച്ചില്ലേ. ഒരു ചെറിയ ഷോട്ടിന്റെ സൗണ്ട് കുറച്ച് വെക്കാനാവും. അമ്മ കുത്തിരി 2ന്റെ കുത്തിരി മലബാരി വേങ്ങറോ. അവിടെ സാമ്പാർ വെച്ചെന്നാ പുതിയ ഏതെങ്കിലും വെക്ക. അല്ല ഇത് വെക്ക് ഉണക്ക്. എടാ മറ്റേ ആ പാട്ടില്ലേ അത് വെക്ക്. കത്തുന്ന പാട്ടോ എന്നാ എല്ല അല്ലേ വേണ്ട, ഏതായാലും ഒക്കെ വെക്ക്. നമ്മളങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. എടാ ഇവിടെ റെസ്റ്റ് എടുക്കണോ? എടാ അതാ വെറുതെ കുത്തിരിക്കാന്ന് പോയിട്ട് വലിയ ഇനി പീടിയ കയറുന്നു ചെറുതായിട്ട്. എടാ പോടാ. കുഴപ്പമില്ല, ഇനിയും പ്രീമിയം ആണല്ലോ.
ഇവനും പ്രീമിയം എടുത്ത് യൂട്യൂബ് കയറി. എന്തിനാണ് ഓനും കൂടി അറിഞ്ഞൂടാ? എന്തേത്തിനാ അവനൊക്കെ പ്രീമിയം എടുത്ത്? പൈസ പ്രീമിയം എടുത്തോണ്ടില്ലേ? എനിക്ക് ഇതുണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ടാവില്ല. പിന്നെന്താ ഗുണമുള്ള കാര്യം? ഗൈസ് അങ്ങനെ നമ്മള് എമ്മിന്ന് പോവാണ്. കയറൂലേ ഗൈസ്? അങ്ങനെ നമ്മൾ എമ്മിന്ന് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് എന്ന് പറയാ സൂപ്പർ സാധനം. നമ്മളൊരു ആവേശത്തൊക്കെ 12 പീസ് പറഞ്ഞു. സത്യം പറയാണ്, ഒരു 2 പീസ് തിന്നപ്പോ എല്ലാം മതിയായി കഴിച്ചു. ശരിക്കും പറയാണ് 3-4 പീസൊക്കെ വേണ്ടാണ്ട് തിന്നതാണ് വിലക്കം. അതാണ് ശരിക്കുള്ള സംഭവം. നമ്മളൊരു ആവേശത്തിൽ കുറേ ആട് പറയും. അത് ശരിക്കും അങ്ങനെ പറയരുത്, മണ്ടത്തനാണ് അല്ലേ? നമ്മളെന്തായാലും ഇവിടെ പോകുന്ന വഴിക്ക് സാഞ്ചിയിലൊന്ന് ഇറങ്ങിയാണ് ഗൈസ്. മുടിയൊന്നും കുളയില്ലേ ഗൈസ്? എന്താ ചെയ്യാ, കാറ്റടിച്ച് മൊത്തം കുളയും. നമ്മളിവിടെ സാഞ്ചിയിലൊന്ന് കയറാൻ വേണ്ടി ഇറങ്ങിയാണ് ഗൈസ് പോകുന്ന വഴിക്ക്. അവന് നമുക്ക് സാഞ്ചി കയറാം ഗൈസ്. സിനാനത് വരുന്നുണ്ട് ഗൈസ്, ആദിലത് അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്കൊന്ന് കയറി വെക്കാം. സൺസ്ക്രീൻ അവിടെ മഞ്ച് തിന്നിട്ട് അത് ഇസ്രായേലിന്റെ ആണോ അല്ലേ? ഇത് പുതിയതാ ആണോ? ഇസ്രായേലിന്റെ ഞാൻ പുതിയ മഞ്ച്. നമ്മൾ ഈ പൈസ എടുത്തിട്ടാണ് ഒരു യുദ്ധം ചെയ്യുന്നത്. ഫ്രൂട്ട്സൊക്കെ നോക്കല്ലേ? നോക്ക്, സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് എടുത്ത മതി. ആങ്കോലി വാങ്ങണോ? നമ്മളങ്ങനെ മുട്ടേന്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. എടാ പച്ച സ്നീക്കേഴ്സോ ഗൈസ്? പച്ച സ്നീക്കേഴ്സോ എത്തി ഗൈസ്. പിസ്റ്റന്റെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടോ? ക്രിക്കറ്റ് ബാറ്റ് മുകളിലുണ്ടാവും. മുകളിൽ പോയോക്കാം. അമ്മ ക്രിക്കറ്റ് ബാറ്റ് വെക്കാൻ പോകും. വാ മുകളിൽ പോയോക്കാം. മുകളിൽ ക്രിക്കറ്റ് ബാറ്റ് നോക്കിട്ട് ഗൈസ്. അപ്പൊ നമ്മള് ക്രിക്കറ്റ് ബാറ്റും തപ്പി സംഭവം വന്നാണ്. അവിടെ ക്രിക്കറ്റ് ബാറ്റ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാകുന്നതാണ്. ഇതിന്റെ ചെറിയ ക്രിക്കറ്റ് ബാറ്റോ? സൽമാനാ? അത് കറക്റ്റ് ആയിട്ടോ, പാകായിരിക്കും. പക്ഷെ ഇവിടുന്നൊക്കെ ആരും ക്രിക്കറ്റ് ബാറ്റ് എടുക്കൂ? എന്റെ ഗൈസ് വില്ലീസ് നോക്കിയേ, അതൊരു റിയലിസ്റ്റിക് തോന്നുന്നില്ല. പാർട്സോ കാരണം എന്തോ സ്ക്രൂ പറ്റാക്കാണ്. നൈസാണ്. മധുരം, എനിക്ക് മധുരം എന്ന് പറഞ്ഞ ഗൈസ് പണ്ടേ ഏഴുള്ള മറ്റേ ബിസ്ക്കറ്റ് ഉണ്ട്. നോട്ട്ബുക്കൊക്കെ അല്ലേ? എൻ്റെ നോട്ട്ബുക്കൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ്സുള്ള ഐറ്റിൻ്റെ നോട്ട്ബുക്കൊക്കെ ഞാൻ +1 ഉപയോഗിക്കുന്നത്. നമ്മളങ്ങനെ സിനാൻ്റെ അതിന് വേണ്ടി ഒരു കളർ ബുക്ക് വാങ്ങാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ നേരെ മുകളിലാണ് ഈ സ്പീക്കറുണ്ട്. അതിനോട് ചിലപ്പോൾ സൗണ്ടൊന്നും അത്ര ക്ലിയർലി കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിലാകുമ്പോൾ കുറേ കളർ ചെയ്യാണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ചുറ്റും ഒരു ഇതും ഉണ്ട്. മക്കൾ കളിക്കാൻ വേണ്ടിയ ടോയ്സ് എല്ലാം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒന്ന് വാങ്ങിക്കണോ? വണ്ടീനും എന്തായാലും 200 റുപ്യല്ലേ അങ്ങനെ. നമുക്ക് വ്യൂവേഴ്സിനോട് ചോദിച്ചോ ഗൈസ്, ഇതിലേതാണ് ഗൈസ് നല്ലത്? നിങ്ങൾ കമന്റ് ചെയ്യും. ഇതിനെത്ര? 2 രൂപ? ഇനി എന്താ ചെയ്യുന്നേ? എന്തോ കളിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ എന്താ പറയാ, ഫേസ് വാഷ് വേണ്ടി നോക്കിക്കാണ്. അതിലിപ്പം വേണ്ടിയിട്ടില്ല, ഇപ്പൊ ഫേസ് വാഷ് വേണ്ടിയിട്ട് ഇപ്പൊ ഇതൊക്കെ നോക്കണ്ട്. വീഡിയോ വെക്കുക ഏതാ ഫേസ് വാഷ് ഉണ്ട്. ഇതെന്താ സൂപ്പർ കണ്ടില്ലേ? 15 രൂപ ഗൈസ്. അതിലിതാ ഇനിയിപ്പോ അതിൽ വെളുത്തിട്ട് പാറും ഗൈസ്. എനിക്ക് അങ്ങനത്തെ എല്ലാം വാങ്ങിയാൽ പോയി. എനിക്കെന്താ എത്ര തിരക്ക്? ഗ്ലോ ചെയ്യുന്ന ഇത് മോയ്സ്ചർ അല്ലേ? നീ ഫേസ് വാഷ് എനിക്കെന്താണ് ഇനി എന്താണിത്? സൂപ്പർ മാർക്കറ്റിൽ പെയ്ഡ് പാർട്ണർഷിപ്പ് എങ്ങനെയാണ് കിട്ടല്? മൊബൈൽ അടവിട്ട് പോരാ. ഓനെന്തോ വീഡിയോ കാണുകയും പകുതിയേറ്റോ അരൊക്കെ വീഡിയോ നമ്മള് വന്ന് കൊളാക്കി ചെയ്തു. ബിസ്ക്കറ്റ് നോക്കട്ടെ, കൊറേയൊക്കെ എന്തെങ്കിലും വാങ്ങാൻ. ബിസ്ക്കറ്റ് നോക്കാണ് ഗൈസ്, ഓഫറിൽ ബിസ്ക്കറ്റ് ഉണ്ട്. അവൻ്റെ ബുക്ക് ഗൈസ് എന്തൊക്കെ എപ്പോഴാണ് ഞാൻ വാങ്ങിപ്പോട്ടോ. പ്രീമിയം സീരീസ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അങ്ങനെ നമ്മള് സാഞ്ചിന്ന് ഇറങ്ങിയിരിക്കുകയാണ്.
കയ്യിലെടുത്തോ? സത്യം പറയണ ഒരു മിനി ഹാർട്ട് അറ്റാക്കാണ് കേസ് ഇപ്പൊ ഉണ്ടായത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചെറിയ മിനി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് കാറ്റിലൊക്കെ സംഭവം ഉണ്ടാവും ചെറിയ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിൽ പോവാണ്. ഇപ്പോൾ ഞാൻ നോർമലാണ്, ഞാൻ പറയുന്നത് എന്നാലും പറയാം. പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി ഉണ്ടാവും. അല്ല വേണ്ട, ഒരു പൊലേറോ മുന്നിൽ പോയാൽ വൈറ്റ് കളറടിച്ച് പോയാൽ എന്തെന്നൊക്കെ വിജയം പറയുന്നത് അതെന്താ അങ്ങനെ വൈകിയത്? ഞാൻ ഓരോ അനുഭവങ്ങൾ പറയാണ്. ഈ വീഡിയോ മാക്സിമം ലെങ്താക്കാൻ വേണ്ടി ഓരോ കാര്യം പറയുന്നത് അല്ലല്ല, ഞാൻ നമ്മളെ അനുഭവങ്ങളാണ് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരു വൈറ്റ് പൊലേറോ ഒക്കെ നമ്മൾ വണ്ടി പോലെ ഹെൽമെറ്റ് ഒക്കെയാണ്ട് പോകുമ്പോൾ കാണുമ്പോഴേ എന്താ പറയാ, കാളിപ്പോയി നമ്മളാണ്ടായിരുന്നു സത്യം പറയാൻ. അല്ലേ അല്ലേ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങാൻ വന്നതാണ്. അറിയോ എന്താടാ അങ്ങനെ വെച്ച്? ഞാൻ ഇവിടെയൊക്കെ വരുന്നുണ്ടോ? എന്റെ അരി പൊരേ കുത്തിരിക്കലല്ല, ഇവൻ പൊരേന്ന് പുറത്തേ ഇറങ്ങല്ല. ഇവരെ ഞങ്ങൾക്ക് അറിയോ? ഇവനെ എപ്പോഴാക്കി കാണണേ നിങ്ങള്? നിങ്ങൾക്ക് അറിഞ്ഞൂടേനു? 3Tech മീഡിയ, 3Tech മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. ആയിച്ചോട്ടെതാ ഇപ്പൊ തന്നെ നമ്മള് ഈ വീഡിയോ യൂട്യൂബിൽ വരും. നമ്മളെ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ്. പുതിയൊരു സബ്സ്ക്രൈബർ നമ്മളെ ചാനലിലേക്ക് വരികയാണ്. നമ്മളങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മളങ്ങനെ പക്ഷേ മൊബൈലിൽ കാണുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മള് പോവാൻ നിൽക്കുകയാണ്. ഞാനൊന്നും നോക്കിയില്ല. ഇപ്പൊ തന്നെ ഞാൻ ഉണ്ടല്ലോ ഇവർക്ക് എല്ലാവർക്കും ഫ്രൈഡ് ചിക്കനും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്ത് ഇവർക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത്രയാണ്. വേണ്ട, ഇനി വേണ്ട പോവാ. തന്നെ ഇതൊക്കെ ലോക്കലാണ്. അതുപോലെ ലോക്കലായോണ്ടല്ലേ കണക്ടർ ഉണ്ടാവും സി ടൈപ്പ്. പക്ഷെ ഞാൻ ഇവിടുന്ന് കണക്ടർ വാങ്ങിട്ടോ. അപ്പോൾ ഒരു മൊബൈൽ കണക്ട് ചെയ്തപ്പോൾ കണക്ടർ കണക്ട് ആണ്ട്, പക്ഷെ വേറൊരു മൊബൈൽ കണക്ട് ചെയ്യുമ്പോൾ അത് കണക്ട് ആകുന്നില്ല. എന്തെങ്ങനെ നമ്മുടെ മൊബൈൽ നോക്കി മൊബൈൽ കാണില്ല ഗൈസ്. ഇനി നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇനിയിപ്പോൾ കുറേ മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിലെ കാണാം. ഇനി അതിലുള്ളിൽ തന്നെ എടുക്കണ ഇങ്ങനെ പുറത്ത് കാണും. അതാണ് ഇങ്ങനെ ഗൈസ്. പിന്നെ അവിടെ ഇറക്കി തന്ന് അങ്ങനെ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ ഭാവിക്കാനാണ്. ഇപ്പോൾ ഇറ്റ്സ് മീ മോജ സൈനിങ്.